വെൽക്കം ടു ലെജൻഡറി ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 4 ആണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു വീട് പണിയായിരുന്നു. നമ്മൾ അതിൻ്റെ പണി ഇങ്ങനെ ചെറുതായിട്ട് വരുമ്പോഴാണ് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. നമ്മളൊരു ദിവസം 2 വീഡിയോ ഇടാണ് ഗൈസ്. ചുമ്മാ ഒരു സുഖം എന്തിനാ. ഓക്കെ, നമുക്ക് നേരെ എൻ്റെ വില്ലേജിലോട്ട് പോവാം. ഗൈസ്, ഞാൻ എൻ്റെ വീടിൻ്റെ പകുതിയായിട്ട് ഇട്ടിട്ട് പോവാണ്. അല്ല, ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് ബാക്കി പണി ചെയ്യും. ചെയ്യാതിരിക്കില്ലല്ലോ, മനസ്സിലായോ? നമുക്ക് പിന്നെ ഇച്ചിരി റീസോഴ്സും വേണം. കാരണം ചില നല്ല വുഡ് നമ്മുടെ നമ്മുടെ വീട് പണിയുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം വേണം. അയ്യോ, ഞാൻ മഴ എത്തിപ്പോയി. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നോടാ, ഇത്ര സെറ്റ് വ്യൂ എവിടുന്ന് കിട്ടും? നിങ്ങൾ പറ ഗൈസ്, ഇത്ര സെറ്റ് വ്യൂ എവിടുന്ന് കിട്ടും? ഓക്കെ, വ്യൂ എല്ലാം പോയ സ്ഥിതിക്ക് നമുക്ക് നേരെ ചന്ദ്രമാമനെ നമ്മൾ കണ്ടിരിക്കുന്നു. അയ്യോ, ഇങ്ങോട്ടല്ല നമ്മൾ പോകണ്ടേ. ഞാൻ എന്തുകൂട്ടാണ് വെച്ചാൽ ഒരു ക്രീപ്പറിനെ ഞാൻ കണ്ടു. ക്രീപ്പറൊക്കെ നമുക്ക് എന്താ വിഷയം? നമ്മളെ ഫുൾ അയൺ ആർമറ, മനസ്സിലായോ? ഇച്ചിരി ഫുഡ് തിന്നാം. അയ്യോ, എഴുത്തിന് തന്നെ ഇതോടോ ഭയങ്കര കാഴ്ചശക്തിയുണ്ട്. അമ്മച്ചി, എൻ്റെ വില്ലേജ് എന്ത് ചെയ്യും? അയ്യോ, പണി കിട്ടിയോ ഗൈസ്? എൻ്റെ വില്ലേജ് കാണുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നി ഞാൻ തെറ്റായിട്ടാണ് പോകുന്നതെന്ന്. കാരണം ഞാൻ വന്ന വഴി ഇതല്ല. അപ്പോൾ ഞാൻ ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിക്കാണ് ഈ വഴി വന്നത്. കാരണം എനിക്കൊരു വില്ലേജ്, നിങ്ങൾ ഈ എപ്പിസോഡ്സ് എപ്പോഴെപ്പോഴും കാണുന്നവരാണ്, അവർക്കിത് മനസ്സിലാവും. എൻ്റെ വില്ലേജ് ഉണ്ട്, ഞാൻ അത്യാവശ്യം രൂപ ഇങ്ങനെയൊക്കെ മനസ്സിലാവും. പിന്നെ പോകാൻ പറ്റത്തെ മൊത്തം സ്നോ റീജിയനാണ്. എന്നാലും അയ്യോ, ഈ പേടിയോ എന്ത് പറഞ്ഞേ? ഓ, ഫസ്കുണ്ട്. അല്ല, ഫസ്റ്റിൻ്റെ പേരായിരുന്നു. പേര് ഞാൻ മറന്നു, എല്ലാം ഞാൻ മറന്നു. ഫസ്റ്റ് എൻ്റെ വീട്ടിലോട്ട് പോവാം. ഞാൻ നേരത്തെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന വീട്. എൻ്റെ ഷീൽഡ് എന്ത് ചെയ്യാവോ? ഇവിടെ നിന്നാൽ പണിയാണ്. വെച്ചിട്ട് മുന്നോട്ട് എന്നിട്ട് ഈ ഷീൽഡ് ഞാൻ ചില ഷീൽഡ് കൊണ്ട് കളഞ്ഞു ഗൈസ്. ഞാൻ അതായിരിക്കും കണ്ണു കാണത്തില്ല എനിക്ക്. ഞാൻ ഉണ്ടാക്കി എൻ്റെ ഷീൽഡ് വരെ ഞാൻ മറന്നുപോയി ഗൈസ്. ഉണ്ടായിരുന്നു ഗൈസ്. ദി പ്രോബ്ലം ഈസ് ഇവിടെ വിച്ചുണ്ട്. ഓടിക്കോ, ഇവിടെ സോംബീസ് ഒന്നും വിഷയമല്ല. നമുക്ക് ആ വിച്ചാണ് പ്രശ്നം. ഞാൻ എന്നെ ബാക്കിയാർ കൂട്ടി കളിക്കുന്നു. പെട്ടെന്ന് അതിൻ്റെ മണ്ണിലോട്ട് കയറാം. നമ്മൾ ഇന്നത്തെ ലോക്സ് ആയി പോയോ? പുതിയ വേൾഡ് കണ്ടുപിടിക്കണോ? കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡേഴ്സ് കലിപ്പാവുന്നു. സോൾ എടുത്ത് കിട്ടി. ഇത്ര നേരം പിറ്റെക്സ് എടുത്ത് വിളിച്ചോണ്ടിരിക്കുക ഞാൻ. എൻ്റെ പൊന്നടാവേ, എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു. അവിടെ അല്ലായിരുന്നു എൻ്റെ വീട്. വീട് ഇപ്പോൾ കാണുന്നില്ല. അപ്പം എങ്ങനെ ഇരിക്കുന്നു? അല്ലല്ലോ, നമ്മൾ അങ്ങോട്ടാണ് കേസുണ്ട്. അപ്പോൾ വേറെ ഡയറക്ഷനിൽ പോയി പണി മേടിച്ചേനെ. ഞാൻ പറയാൻ വന്നത് ഇതാണ് കേസ്. അയ്യോ, ഇതല്ലേ ഞാൻ പറയാൻ വന്നത്. ഓടാ. അയ്യോ, പിന്നെ സ്ലോനെസ്സിൻ്റെ ഇതെങ്ങാണ് എനിക്ക് കൊണ്ടാല. അയ്യേ, ഒന്നുമില്ല. അയ്യോ, ഞാൻ എന്തായാലും ഇവിടെ നിന്നേ. ഇവിടെ ഓടാൻ പറ്റുന്നില്ല. ലെതർ ബൂട്ട് വേണം ഇവിടെ ഓടാൻ. അതെൻ്റെ വീടെങ്കിൽ അങ്ങോട്ട് വേണം പോകാൻ. ഇതേ ഓടാൻ പറ്റുന്നില്ല. ഇതെന്നാ പറ്റി? ഓ, സോനസിൻ്റെ പോഷൻ ഉണ്ടല്ലേ. ഞാൻ കിടന്ന് നോക്കും ഇതെന്നെ ഓടാൻ പറ്റാത്തതെന്ന്. ഇപ്പോൾ ഓടാം. ഉസൈൻ ബോൾട്ട് കണ്ടോ? അയ്യോ, അയ്യേ, കൊണ്ടില്ലേ? വഴി എത്തിയോ? പക്ഷെ ഒരു ബെഡ് ഉണ്ടാക്കാൻ ബെഡ് പോലെ ഞാൻ കൊണ്ടുവന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ ഞാനിപ്പോൾ എന്നാ ചെയ്യണം? ഞാനിപ്പം ഇൻവെൻട്രി മറ്റേ ഇതിലുണ്ടാവും. ഇടാനും എനിക്കറിയത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അതും ഇടണം. അത് മാത്രമല്ല, എനിക്കിപ്പം എൻ്റെ വില്ലേജ് അറിയത്തില്ല. പക്ഷേ തെറ്റിപ്പോയി. അതും ഇടണം. ഞാനിപ്പോൾ ചാവുകയും വേണം. എൻ്റെ വില്ലേജ് എനിക്കറിയത്തില്ലല്ലോ. എൻ്റെ വില്ലേജ് എവിടെയാണ് കേസ്? ഞാൻ എങ്ങനെയാലും എൻ്റെ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണുന്നതായിരിക്കും. നമ്മളില്ലേ നമ്മൾ വന്ന വഴി തന്നെ പിന്നെയും വന്നു. ഓടോ, ചാവല്ലേടാ. എൻ്റെ റീസോഴ്സ് എല്ലാം ഓടോ, ഓടിക്കോ. ഫസ്റ്റിന് വിഷയമല്ല. നമുക്ക് പ്രശ്നം ഇതാണ്, വിച്ചും ക്രീപ്പറും. പിന്നെ നമ്മുടെ ഇതുണ്ട്, എന്താ ഷീൽഡ് ഉള്ളതുകൊണ്ട്
വലിയ സീനില്ല. അപ്പം വല്ല വില്ലേജ് ഉണ്ടോ ഇവിടെ? അപ്പം ഇവിടെ ഇത് കാണുന്നില്ല. എന്താണ് ഇവിടെ നമ്മുടെ പംകിൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ പംകിൻസ് ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ടെന്നാണ്. ഞാൻ ഫുഡ് കൊണ്ടുവന്നായിരുന്നോ? അത്യാവശ്യമുള്ളതുണ്ട് ഇവിടെ. അത് കിട്ടി. ആരെന്നെ ഇവിടെ നിന്ന് അടിച്ചത് കണ്ടു കാണത്തില്ല. ഒന്ന് സ്പീഡിൽ പോകാനുള്ളതിന് എൻ്റെ പൊന്നടാറെ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീഡിയോ റിസ്യൂം ചെയ്യുന്നതായിരിക്കണം നല്ലത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് എൻ്റെ വില്ലേജ് എന്നെ കണ്ടുപിടിച്ച്. അറിയോ? ഈ വേറെ വില്ലേജ് ആണോ? അല്ലല്ലോ. അവിടെ കുറേ മരങ്ങൾ കിടക്കുന്നുണ്ടല്ലേ. അതിൻ്റെ അർത്ഥം എന്നാ അറിയോ ഗൈസ് നിങ്ങൾക്ക്? എൻ്റെ വീടാണ് ഇവിടെ. ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാം. പുതിയ ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അവിടെ നോക്കുമ്പോൾ വീടില്ല. ബിക്കോസ് ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ് വീട് ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് എൻട്രി. അല്ല, ഇതാണ് ഇതല്ലല്ലോ എൻട്രി. ഇതെല്ലാം എൻട്രി. ബട്ട് ഞാനിങ്ങനെ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക ഞാനിങ്ങനെ എക്സിറ്റ് ആവുന്നേ. ഇങ്ങോട്ടല്ലോ. ഇവിടെ നിന്നാണ് എക്സിറ്റും. അയ്യോ, എൻട്രി. ഇവിടെ ബ്ലോക്ക് ചെയ്തേ. എന്താ ഭയം. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇപ്പം നമുക്ക് ഇവിടുത്തെ സ്റ്റോറേജ് എല്ലാം കൊണ്ടുപോകേണ്ട വരും. എന്തായാലും കൊണ്ടുവരണം. കൊണ്ടുപോകണം. താഴെ എൻ്റെ ഫുഡ് ക്രോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്തെങ്കിലും ബേസ് ഉണ്ടാക്കി നിങ്ങളോർക്കും. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമേ. നീ ഇവിടെ ബേസ് ഇവിടെ ഇരുന്നോട്ടല്ലേ. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ അറിയാം? കാരണം എൻ്റെ ഓൾഡ് ബേസ് കാര്യമൊക്കെ ശരി. ബട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടെങ്കിൽ ഇവിടെ അയൺ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബിൽഡ് ചെയ്യുന്നത് ഇത് എൻ്റെ ഫസ്റ്റ് ഹൗസ്, സെക്കൻഡ് ഹൗസ് ഇങ്ങനെയെല്ലാം ചെയ്യാം. കാരണം ഞാൻ മാറി വരുമല്ലോ. മാറി വരുമല്ലോ. പിന്നെ പോകുന്ന ഒരു മൊത്തം മോബ്സ് ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അയ്യോ നമ്മളങ്ങനെ എൻ്റെ ബേസ് കണ്ടുപിടിച്ചു. അത് കുറച്ച് റീസോഴ്സ് വേണം. പോകുമ്പം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് എന്തിനോടെ ഞാൻ എടുത്തുകൊണ്ട് വന്നേ. ഞാൻ പൊക്കത്തര കാണിച്ചു. ഇത്ര സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പംകിനുണ്ട്. പംകിനൊക്കെ ഇവിടെ നോട്ടെ. കോള് ഇവിടെ അല്ല, ഇത് ഇവിടെ നോട്ടെ. കോള് നോട്ടെ. ഈ ബോളിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് ഇവിടെ നോട്ടെ. നമുക്ക് ഇച്ചിരി മരം വെട്ടട്ടെ. പക്ഷെ ഞാൻ ഇവിടെ ട്രീ ഫാം ഒന്നും അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതുണ്ട്. ഞാൻ ഫസ്റ്റ് ഞാനൊരു വില്ലേജർ ഹൗസിൻ്റെ അകത്തായിരുന്നു വീടെല്ലാം പണിതുകൊണ്ടിരുന്നത്. ഞാനിത് വെച്ചിട്ട് ഒരാഴ്ച ഇപ്പോഴും വളർന്നു വന്നിട്ടില്ല. എന്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്കുക. ഞാൻ അടുപ്പിച്ച് വെച്ചാൽ വളരുമായിരിക്കും. ചാൻസ് ഉണ്ടല്ലോ. ഇത് വളർന്നിട്ടില്ല. എനിക്ക് നല്ല സ്പേസ് കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ലേ? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടില്ല. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്നോയി റീജിയനൊന്നും അല്ല ചെയ്തേക്കുന്നത്. അല്ലേ ഇത് ഇങ്ങനെ ഒന്ന് പറ്റുന്നുണ്ടോ? അല്ലേ പിന്നെ വളരെ നല്ല സ്പേസ് കൊടുക്കണ്ടേ? ഒന്ന് ഡാർക്കട വേണ്ട. ഡൈ ഉണ്ടാക്കല്ലേ? അവിടെ അതായാലും ഇപ്പോൾ ചാടി വന്നത് ബണ്ണി കിട്ടാ. ഇവിടെ ഉണ്ട്. ഇവിടെ ഓക്കെ, ഇവിടെ ഒന്ന് നമുക്ക് ഇച്ചിരി സ്പ്രെഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഒന്ന് മാറ്റാം. അയ്യോ, ഓക്കെ. നമ്മുടെ മരം വെട്ടണം. ട്രീ ഫാർമിങ് സം ലോഗ് ഇതിൽ പോവാം. കുറേ മൈനസ് മണക്കേട് വീഡിയോ കട്ട് ചെയ്യാൻ ആവശ്യമില്ല. ഓക്കെ, ഞാനിത് സ്പ്രൂസ് ആക്കി. നല്ല കുഴപ്പമില്ല. നമുക്ക് എക്സ്ട്രാ ഫുഡ് കിട്ടും. കുറേ മൈനസ് ആയിക്കൊണ്ടിരിക്കുക. ബട്ട് ഈ ലെജൻഡറി ബോർഡർ പ്ലസ് ചെയ്യും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമുക്കുണ്ടല്ലോ ഇച്ചിരി മരം വെട്ടിയിട്ട് വേണം. അതിൻ്റെ ഇടയിൽ വെച്ച് അതിൻ്റെ ഇടയിൽ വെച്ച് കാണും. ഓറ മൈനസ് ആകുമ്പോൾ ഞാൻ
അൾട്രാ വയലൻസ് ആയി പോയാലോ. ഒരു മരം വെട്ടിട്ട് അങ്ങനെയാണുള്ള മരം എല്ലാം കൂടെ വെട്ടി. എൻ്റെ മരം വെട്ടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് എൻ്റെ ആക്സും പൊട്ടി. ഓക്കെ, എൻ്റെ പരിപാടി ഇതാണ്. നമ്മളെവിടെയൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മളെവിടെയൊക്കെ ഇങ്ങനെ ലീവ്സ് വെട്ടുമ്പോൾ നമ്മളെന്നെ എടുക്കണം. ലീവ്സ് വെട്ടുമ്പം ഞാൻ എനിക്ക് എൻ്റെ പേരെന്നാ സാപ്ലിങ്സ് ഇട്ടു. അപ്പം ഞാൻ അത് കൊണ്ടുവന്ന് നട്ട് വയ്ക്കും. അപ്പം നമ്മുടെ മാനുവൽ ട്രീ ഫാമിംഗ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനായിട്ടുള്ള റീസോഴ്സ് സെറ്റാക്കാം. നമ്മുടെ ഈ 55 നമുക്കത് സ്കൂസാക്കാം. ഇങ്ങനെ തൊട്ടോണ്ടിരുന്ന ഇങ്ങനെ വരും. ഒരു സ്റ്റാക്കിൻ്റെ മുകളിലായി. അതിനകത്ത് വേറെ മോഡൊന്നും ആടിയിട്ടില്ല, എന്നാ അറിയത്തില്ല. ഈ ഓക്ക് പ്ലാങ്ക് ഇവിടെയൊക്കെ ഒരു നടുക്കൊരു വര പോലെ വരുന്നുണ്ട്. ഓക്കെ, 4 സ്റ്റാക്കല്ലേ. ഓക്കെ, നമ്മുടെ 46 കാര്യങ്ങളൊക്കെ ശരി. ഓക്കെ, ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്നൊന്നും എടുക്കണ്ടെന്നാണെന്നാണ് ആയിട്ടെടുക്കും. ഞാനിപ്പോൾ എടുക്കാനുള്ളടുത്തു കുറേയാണ് കേസുള്ള ആവശ്യമില്ലാത്ത ആവശ്യമുള്ളത് എടുത്ത്. നമുക്കൊരു ബെഡിൻ്റെ ആവശ്യമുണ്ട്, അവിടെ കൊണ്ട് ബെഡ് വെക്കണം. ട്രാപ്പ് ഡോർസ് എടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അല്ല, കുറേ ഡേർട്ടുണ്ട്. ഡേർട്ട് എങ്ങനെ ഇത്ര വരാൻ കാരണമായിരിക്കുമോ? ഇത്തിരി അണ്ടർഗ്രൗണ്ട് അല്ലേ. ഞാൻ ഇവിടെ മാത്രമല്ല ഞാൻ കുഴിച്ചേക്കുന്നത്, അതിപ്പോൾ പോയി. ഇല്ല ഏത് സൈഡായിരുന്നു ഇത്? എനിക്ക് തോന്നുന്നു മഞ്ഞേറി വന്നാണ്. ഇത് മഞ്ഞേറി വന്നല്ല. ഇവിടെ തന്നെ അല്ല, ഇവിടെ അല്ല, അതിൻ്റെ മഞ്ഞയുള്ള കേവാണ്. അതുണ്ടോ, ഇവിടെയാണ് കേസ് ഞാൻ കുടിച്ച ഫസ്റ്റത്തെ ബേസ്. മൊത്തം ഉണ്ടല്ലോ അലങ്കോലപ്പെട്ട് ചമ്മിപ്പോയി. ഞാനമ്മേ തെറ്റി. ഞാൻ യൂട്യൂബ് ഒക്കെയാണ് ചെയ്തത്, തെറ്റിപ്പോയി എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഇങ്ങോട്ട് ബിൽഡ് ചെയ്തു. ഏതാ പവർ? പിന്നെ മൈനസായി. ഇവിടെ ഓരോ മൈനസാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി ഞാനിപ്പോൾ എക്സിറ്റ് ആയി പോകും കേട്ടോ. ഇത് ഞാൻ എവിടെ പോയാലും 1000 മൈനസ് വരെ. എത്ര മൈനസ് അറിയോ? ഞാൻ അടുത്ത എപ്പിസോഡ് വെക്കും. അല്ലല്ല, ഈ എപ്പിസോഡ് തൊട്ട് നമ്മുടെ ഭയങ്കര ഓണായിരിക്കും. ഇതിൻ്റെ വേറെ പ്രശ്നമുണ്ട്, ഇങ്ങനെ ഇറങ്ങിപ്പോയി ഭയങ്കര പാടാണ്. ഇപ്പോൾ പാതിരാത്രിയായി, നമുക്ക് ഉറങ്ങാം. ഓക്കെ, ഞാൻ ഇച്ചിരി മോക്സിൻ്റെ നമുക്കൊരു ബോ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടുപിടിക്കാൻ വേണ്ടി മോക്സിൻ്റെ അറ്റാക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാനത് ബീഫോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ട സാധനമുണ്ട്. ആൻറ്റിസൈഡ് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. സ്ലാബ്സ് ഉണ്ടാക്കാം. വെച്ചിട്ട് സ്ലാബ്സ് ഉണ്ടാക്കിയപ്പോൾ ഇതുണ്ടാക്കാം. ഒറ്റ ഉള്ളൂ. ഇതേപോലെ ഒരു സാധനം ഇവിടെ അല്ല ചമ്മി ചമ്മി. ടോർച്ചെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബോ ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്ക് കേട്ടിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പുതിയ ബോ ഉണ്ടാക്കുന്നത് പറഞ്ഞത്. ഇത് ആൻറ്റിസൈറ്റല്ലേ, സ്റ്റോണാണോ വേണ്ടത്? സ്റ്റോൺ ബ്രിക്സും ഉണ്ട്. നമുക്ക് സ്റ്റോൺ ബ്രിക്സ് എങ്ങനെയാക്കുന്നത്? നമുക്ക് ഇതെടുത്ത് വെച്ച് സ്റ്റോൺ ബ്രിക്സ് ആക്കാം. മൊട്ട സ്റ്റോൺ ബ്രിക്സ് ആക്കുന്നില്ല, ബിക്കോസ് എന്നാ അറിയാം, നമുക്ക് എന്തെങ്കിലും സാധാ സ്റ്റോണിൻ്റെ ആവശ്യം വന്നാലോ. ഇതാണ് ഒന്നും കൂടെ ഉണ്ടാക്കണം. ഒരു 2 എക്സ്ട്രാ. പിന്നെ ഈ ആൻറ്റിസൈറ്റ് വെച്ചല്ലാണോ കാണിക്കുന്നത്?
ഇത്ര ഒരെണ്ണം വെച്ചൊരു ഗുണവുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോളിഷ്ഡ് ആൻറ്റിസൈറ്റ് സ്ലാബ് ഉണ്ടാക്കാം. ഓക്കെ, ന്യൂ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. ഇത് വെച്ച് എന്നൊക്കെ ചെയ്യാം. നമുക്ക് ഈ ബ്രിക്ക് വാൾ ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ ബ്രെയിൻ ഇച്ചിരി പവർ കൂടി വരുന്നവരുണ്ട്. നമ്മൾ ഇത് വഴിയാണ് വരുന്നത്, നമ്മൾ ആ വഴിയാണ് അങ്ങോട്ടാണ് പോകുന്നത്. എന്നാ പറ്റി ഹാപ്പൻ കുറേ സാപ്പിൾ. എന്നൊന്ന് മനസ്സിലായത് നമുക്ക്. നമ്മളിങ്ങനെ ഇത് പൊട്ടിക്കൂലോ. ഏതാ പൊട്ടിക്കുന്നത്? നമ്മളിങ്ങനെ ഇത് പൊട്ടിക്കുമല്ലോ, നമ്മുടെ മരം. അതിനകത്ത് വുഡ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതെടുക്കത്തില്ലേ, ലീവ്സൊക്കെ അവിടെ ഇട്ടിട്ട് വരുമല്ലോ. ആ സംഭവം ചെയ്തപ്പോൾ ഇത് തന്നെ പൊട്ടിക്കയ്യേ വരുന്നതാണ്. ഞാൻ പണ്ടൊക്കെ ഫേക്ക് ഗെയിംസ് കളിക്കുമായിരുന്നു. അതിനകത്ത് ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു, കാരണം ഉമ്മ സമ്മതിക്കില്ല. ഞാൻ പിന്നെ എങ്ങനെ എടുത്തെന്ന് നിങ്ങൾ ഓർക്കും. ഞാൻ എൻ്റെ റീച്ച് കളിച്ചു കൊടുത്തു. നിങ്ങൾ തന്ന സപ്പോർട്ട് കാരണം ഞാൻ എല്ലായിടത്തും എനിക്ക് ഇത്ര വ്യൂസ് ഉണ്ട് ഉമ്മി, എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല വീഡിയോസ് ഉണ്ട്, അതിന് വേണ്ടി എനിക്ക് ഇതാക്കി തരുമോ, മൈൻക്രാഫ്റ്റ് മേടിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പം മമ്മി പറഞ്ഞു യെസ് സാറില്ല, നോക്കട്ടെ നീ അടുത്ത എക്സാമിന് മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ മാർക്ക് മേടിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉമ്മയുടെ കൈ കൊണ്ട് നേരത്തെ മേടിച്ചു. അടിയല്ല, മൈൻക്രാഫ്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ ഗൈസ്, മൈൻക്രാഫ്റ്റ് മേടിക്കുന്ന ഒരു ഗുണമുണ്ട്, ഒരു ഡിവൈസ് മാത്രം കിട്ടത്തില്ല ഗൈസ്. നമുക്കങ്ങനെ ഇങ്ങോട്ട് പോവാം. ഇതേ നമ്മുടെ വീട്. നമുക്ക് നമ്മുടെ ബിൽഡിംഗ് ഞാൻ ഫസ്റ്റ് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കട്ടെ, എന്നാലേ ബ്രെയിനൊക്കെ വർക്കായി തുടങ്ങത്തുള്ളൂ. ഇനി ഇവിടെ വെച്ചാലോ? അയ്യോ, നമുക്കിതിവിടെ വയ്ക്കാം. ഒരു മാത്രമില്ല, എല്ലാം കൊള്ളത്തില്ല. ഓക്കെ, നമ്മൾ ടോർച്ച് എല്ലാം എടുക്കണം. ടോർച്ച് ഇപ്പം എടുക്കാം. ഗൈസ്, നമുക്കിതും കൂടെ വെട്ടാം. വെട്ടമല്ലല്ലോ, കൂടെ പൊട്ടിക്കാം. ഇതാണ് ഗൈസ് പാട്, കണ്ടോ? അല്ല, ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. ഓക്കെ, പരിപാടി കയറി. ഇതാണ് ഗൈസ് നമ്മുടെ ഡോർ വയ്ക്കുന്ന സംഭവം. ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന 4 വേണമല്ലേ? 4 4 ഉണ്ട്. ഓ മൈ ഗോഡ്, നമുക്കിത് ഇങ്ങനെ അയ്യോ, അല്ല കുഴപ്പമൊന്നുമില്ല. ഇതങ്ങോട്ട് ഒന്ന് പൊട്ടിച്ചാൽ മതി. എന്നിട്ടിത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ഇത് പറഞ്ഞാൽ ഇവിടെ വെച്ച് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ഇത് ടെമ്പററി ആണ് കേട്ടോ. ഞാൻ എന്നെ വയ്ക്കാൻ വന്നേ ഒരു ഇച്ചിരി ഫെൻസ് വേണം. ഒരു ഫെൻസ് മതി ബ്രോ. 3 3 ഇത് മേളിൽ വേണമായിരുന്നല്ലോ. സാരമില്ല, നമുക്കിത് ഇതുണ്ടോ? അയ്യോ, ഇതിങ്ങനെ വയ്ക്കാൻ പറ്റത്തില്ലേ? ചമ്മി അപ്പം ഞാനങ്ങനെ അപ്പം ചമ്മി. അപ്പം ഞാനിവിടെ വയ്ക്കാൻ എന്നെ അത് മണ്ടലോട്ട് കയറാൻ വയ്ക്കുക. ഇത് തന്നെ വയ്ക്കാം. അയ്യോ, അതവിടെ അല്ലേ വെക്കണ്ടേ? അത് നമുക്ക് ഞാൻ ഇച്ചിരി ചെറിയ പണികൾ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ എൻ്റേതായ ഒരു പീക്കിൽ ബുദ്ധിയിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ലായിരുന്നു, ചുമ്മാ ഒരു രസത്തിന് ബിൽഡ് ചെയ്തതാണ്. ഇതുണ്ടോ? ഇതാണ് ഇങ്ങനെ കയറിയത്. എനിക്ക് വേറെ ഡോർ കിട്ടിയില്ല, അപ്പോഴത്തേക്ക് ഇത് മതി. ഇത് നമ്മളെ പിന്നെ ഏതോ സ്റ്റോൺ വെച്ച് നമ്മൾ ബ്രിക്ക് സ്റ്റോൺ വെച്ച് നമ്മൾ സ്റ്റേഴ്സ് വെച്ച് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഇൻറ്റീരിയറും പണിയണം, അതാണ് എനിക്ക് പാട്. കറക്റ്റായിട്ട് നമ്മൾ എവിടെയൊക്കെ ജനൽ പണിയണം, അത്യാവശ്യം പാടാണ് കണ്ടുപിടിക്കാൻ. അല്ല, നമുക്കിത് ചെയ്യാം, കുഴപ്പമില്ല. ഇത് വേണ്ട ഇവിടെ. അയ്യോ, നമുക്കിതുണ്ടല്ലോ, ഇവിടെ ഒരു ഗ്ലാസ് വയ്ക്കണം. എന്നിട്ട് ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ വന്നിട്ട് നമുക്ക് ഇതിങ്ങനെ
നല്ല പണിയുണ്ട് ഗൈസ്. നമുക്ക് നല്ല വുഡിൻ്റെ ആവശ്യം വരും. അയ്യോ, ഞാൻ ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ സ്പൂസ് തന്നെ വേണം. മറന്നു ചെയ്യാനത്. കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അയ്യോ, ഒത്തിരി പോയല്ലോ. ഒരു ഒരെണ്ണം പോലും നമ്മൾ ചുമ്മാ കളയാൻ പാടില്ല, മനസ്സിലായോ? അങ്ങനെ പോയാൽ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി ലൂട്ട് ചെയ്യും. അത് നമ്മളെ വില്ലേജേഴ്സിൻ്റെ വീട് ഞാൻ ഇച്ചിരി കുളമാക്കും. ഇതല്ലേ, കുഴപ്പമില്ലെന്നാണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഞാനൊരു സെക്കൻഡ് ലെയറും കൂടെ പണിയാൻ ഉദ്ദേശമുണ്ട്. അയ്യോ, അതെങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അവിടെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട്. അല്ല, അതില്ല. ഓക്കെ, ആ പൊട്ടിക്കല്ലടാ, നമുക്കിതില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ, നമുക്കിത് വേണ്ട. എൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ നടുക്കൊരു ജനലാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ അയ്യോ, ഇവിടെ അല്ല, ലുക്ക് കിട്ടുന്നില്ല. നമുക്ക് മനസ്സിലായി, ഇച്ചിരി കോസി ആയിട്ടുള്ള വൈബ് വേണം. എങ്ങനെ ചെയ്യും? ഇതെങ്ങനെ ചെയ്യുന്നു? ഇതിനെത്ര കഷ്ടപ്പെടുന്നു? ഇത്ര ഇരിക്കില്ലേ? 1 2. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്നുപോലും കളയാൻ പാടില്ല, മനസ്സിലായോ? കിട്ടിയോ? അത് ഇല്ല, അതാ കിട്ടി. ഓക്കെ, നമുക്കിത് തന്നെ പരിപാടി. അയ്യോ, ഇവിടെ ഒരെണ്ണം വയ്ക്കാറുണ്ട്, കുറച്ച് വയ്ക്കണം. ഇനി എത്ര സ്റ്റാക്സ് ഉണ്ട്? 2 സ്റ്റാക്കേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇതിവിടെ ഇങ്ങനെ വയ്ക്കാം. അയ്യോ, പണി പോലെ. അയ്യോ, ഞാൻ ഇങ്ങനെ വേണമായിരുന്നു. കുഴപ്പമില്ലായിരുന്നോട്ടെ. നമുക്കിതിൻ്റെ ഇടയിൽ ഇച്ചിരി വിൻഡോയിന് വേണ്ടി ഗ്യാപ്പ് ഇടണം. ഇങ്ങനെ സെറ്റാക്കാം. പിന്നെ ഇവിടെ ഇച്ചിരി ജാവയാണ് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ സെറ്റപ്പായിരുന്നു. ഗൈസ്, നിങ്ങൾ പറ, ഞാൻ വ്ളോഗ് ഇടാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വ്ളോഗ്സ് വേണം. നിങ്ങളത് കമൻറ്റ് പറയുക. വ്ളോഗ്സ് ഒത്തിരി ഇടത്തില്ല, വല്ലപ്പോഴും. എന്തിനാ ഇവിടെ ഞാൻ പോണത്? വല്ലപ്പോഴും ഇടയ്ക്ക് 1-2 വ്ളോഗ് ഇട്ടായിട്ട്. ഓക്കെ, ഇവിടൊക്കെ ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായോ? ഇതെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ പൂട്ടത്തെ എടുത്ത് തിന്നുക. ഇത് കിട്ടിയില്ല എൻ്റെ പൊന്നടാവേ. ഡീസ്പോണായി പോയാൽ ഭയങ്കര കഷ്ടപ്പാട് ഇതൊക്കെ കിട്ടാൻ. ഇതെങ്ങനെ ചെയ്യണം? കുഴപ്പമില്ല, ഇതിങ്ങനെ ചെയ്യാം. എന്നിട്ട് 2 ഇടാം. ഇതൊരെണ്ണം ഇവിടെ പണിയണം. എന്നിട്ട് 1 2. ഓക്കെ, നമുക്കിത് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി സെറ്റാക്കിയാൽ മതി. ഇവിടെ മണ്ടേ മാത്രമേ ഇട്ടുള്ളൂ. ഇവന്മാരെന്തെങ്കിലും ഇങ്ങോട്ട് പോകാൻ ഇതാരാ? ഇത് പന്നിയാണ്. ഞാനൊരു ഇത് വരുന്നില്ല. ഇവിടെ ഇച്ചിരി ഇങ്ങനത്തെ എഡ്ജസ് ഒക്കെ ഇല്ലേ, ഇവിടെ നമുക്ക് ഇച്ചിരി ഇതിടണം. എന്താ, സ്റ്റേഴ്സൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കണം. ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഒരു സ്പീക്കർ വിൻഡോ. നമുക്കപ്പോൾ ഒത്തിരി സാൻഡും വേണം, മനസ്സിലായോ? സെക്കൻഡ് ഫ്ലോറ് നമുക്കൊരു അറ്റത്തും അല്ല, വേണ്ട, നമ്മുടെ സീക്രട്ട് ബേസിലോട്ടുള്ള സംഭവം വേണം, മനസ്സിലായോ? ഈ അറ്റത്തൊക്കെ നമുക്ക് ഇച്ചിരി ഇത് പണിയാം. എന്താ, നമ്മുടെ ഇത് എന്തുവായിരുന്നു? ഇത് പേര് കിട്ടുന്നില്ല ഗൈസ്. സ്റ്റേഴ്സ്. ഇവിടെ വീടിപ്പോൾ കാണാൻ എങ്ങനെയുണ്ട്? അലങ്കോലമായിട്ടുണ്ടായി. നമുക്ക് ഈ സമയത്തിൻ്റെ ആവശ്യമുണ്ട്. അവിടെ നോട്ടെ. അയ്യോ, നമ്മൾ ഇന്റീരിയർ നോക്കുമ്പോൾ എന്താ സെറ്റപ്പായിട്ടുണ്ട്. കണ്ടോ ഗൈസ്, എൻ്റെ ബുദ്ധി ഉണ്ടോ? ആ പാട് കഷ്ടപ്പെട്ട് നമുക്ക് നോക്കാം. കഷ്ടപ്പെട്ടാണ് ഗൈസ് ഞാൻ ഇത്ര ബിൽഡ് ചെയ്യുന്നത്. അതായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ സ്റ്റക്കായി. ഒറ്റ ഒരു സെക്കൻഡേ കോൾ വരുന്നു.
അത് ആവശ്യമുള്ള കുളമല്ലായിരുന്നു. ബി എസ് എൻകാർ പറ്റിച്ച് നമ്മൾ ബി എസ് എൻകാർ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല ഗൈസ്, മനസ്സിലായി? നമുക്ക് സിമ്മൊക്കെ തരുന്നതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഓക്കെ, നമ്മൾ റീചാർജ് ചെയ്യാനുള്ള സംഭവത്തിനാണ് വിളിച്ചത്. അപ്പം ഗൈസ് നമുക്കുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് ഇനി എന്നാ ചെയ്യണ്ടേ? സ്റ്റക്കാണല്ലോ, വേറെ കോൾസ് ഒന്നും വന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടൊന്ന് പണിയാം. കറക്റ്റാണോ? സെറ്റപ്പായിട്ടിരിക്കുമോ? ഇല്ല, അതവിടെ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത് സ്റ്റേഷനും അടുക്കാണ്, അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ല. അങ്ങനെ കാണാൻ ലുക്കില്ല, മനസ്സിലായോ? ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ശരി, ഞാൻ ഫിറ്റ് ചെയ്യാമെന്ന് പറയുക. നമ്മുടെ ആക്സിൻ്റെ പണി തീരാറായി. നമുക്കൊന്ന് പോകണമല്ലോ അവിടം വരെ. നമുക്ക് ഇച്ചിരി വുഡ്സും കളക്ട് ചെയ്യണം. ഓക്കെ, ബോറടിക്കും, ഞാൻ ഇച്ചിരി കൂടെ പണി ചേർത്തിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലോ. കാരണം എന്നാ അറിയാം, കുറേ നേരമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക, അല്ല കുറേ നേരം റെക്കോർഡ് ചെയ്യുക, ആൾക്കാരപ്പോൾ ഇച്ചിരി നേരം കാണത്തുള്ളൂ, മനസ്സിലായോ? നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണുന്ന നമ്പർ ബൈ ബൈ.